ഹായ്, വെൽക്കം ടു കീം നാവിഗേറ്റർ ബൈ എം സിഗ്മ ഗോകുലം. തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ബാട്ടൺ ഹില്ലിൻ്റെ ശാന്തതയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ക്യാമ്പസ്. യെസ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ. കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹില്ലിന്റെ വിശേഷങ്ങളും അവിടുത്തെ ക്യാമ്പസ് ലൈഫും നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാം. നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ നമുക്ക് ചോദിക്കാം. ലെറ്റ്സ് ഗോ. പേരെങ്ങനെയായിരുന്നു? ഓക്കെ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോളേജിനെ പറ്റി എന്താണ് പറയാനുള്ളത്? കോളേജിനെ പറ്റി പറയുമ്പോൾ ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി ആദ്യം പറയുമ്പോൾ തന്നെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു മെയിൻ ലൊക്കേഷനിലാണ് നമ്മുടെ കോളേജ് വരുന്നത്. അതായത് ട്രിവാൻഡ്രത്തിൻ്റെ മെയിൻ ഹോട്ട്സ്പോട്ട്സ് ആയിട്ടുള്ള മാനവീയം വീതി, അതുപോലെ മ്യൂസിയം, കനകക്കുന്ന് പാലസ്, എല്ലായിടത്തേക്കും നമുക്ക് വളരെ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സോ അത് തന്നെ സ്റ്റുഡൻസിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് ബിടെക്കിൽ 5 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്. പിന്നെ എംടെക്കിന് നമുക്ക് കോഴ്സസ് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ബേസിക്കലി പറഞ്ഞാൽ നമ്മൾ ചെറിയ കോളേജ് ആണെങ്കിൽ പോലും നമുക്കിപ്പം ഒരുപാട് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോകുന്നൊരു ക്യാമ്പസ് ലൈഫാണ്. നമ്മളിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഏത് ഏരിയയിലും ഇപ്പോൾ ലുലു മാളുണ്ട് അടുത്ത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ പിന്നെ തമ്പാനൂർ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡയറക്റ്റ് പൊന്മുടി, അങ്ങനെ ഒരുപാട് സ്ഥലത്തോട്ട് നമുക്ക് സെൻറ്റർ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊരു ഗുണമുണ്ട്. നമ്മളെ ക്യാമ്പസ് ചെറുതാണെങ്കിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ക്യാമ്പസ് ലൈഫ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്ന ക്യാമ്പസ് ലൈഫാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പസ് രാവിലെ 6 മണി തൊട്ട് 9 വരെ ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ക്യാമ്പസ് വിസിറ്റ് ചെയ്യാം. ക്യാമ്പസിൽ വന്ന ഇപ്പം നമുക്ക് ഇവിടെ സർഗം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വന്ന് ഗെയിംസ് കളിക്കാം. അങ്ങനെ നമുക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇപ്പം പറയാനാണെങ്കിൽ ആർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം ലാസ്റ്റ് ആയിട്ട് ഇപ്പം നമുക്ക് ഇവിടെ നടന്ന ഇവന്റ് എന്ന് പറയുന്നത് സർഗമാണ്. സർഗം ഇപ്പം നടന്ന ഏകദേശം 4 വർഷത്തിന് ശേഷം നമുക്ക് യൂണിയൻ ഇല്ലാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങൾ കാരണം ഉണ്ടായിട്ട് പോലും നമുക്ക് സർഗം വളരെ നന്നായിട്ട് തന്നെ നമ്മൾ ഇവിടെ നടത്തിയത്. 2 ദിവസം വലിയൊരു പരിപാടിയായിട്ട് തന്നെ നമ്മൾ നടത്തിയത്. ഇപ്പോൾ അതിനകത്ത് ഈ പ്രോഷോയ്ക്കായിട്ട് വന്നത് തന്നെ ആയാലും താമരശ്ശേരി ചുരം അങ്ങനത്തുള്ള ബാൻഡുകളൊക്കെയാണ് നമുക്ക് വന്നു നിൽക്കുന്നത്. പിന്നെ ഇപ്പം പറയാനാണെങ്കിൽ സർഗത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നൊരു ഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്നേയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടെക് ഫെസ്റ്റിവൽ പറഞ്ഞാണ് ഈ ആഗ്നേയ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ആഗ്നേയ 4 വർഷം നടന്നത്. ഞാൻ പറയാം, യൂണിയൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് 4 വർഷത്തെ ആഗ്നേയ നടക്കാഞ്ഞത്. ഈ വർഷം നമുക്ക് ഇവിടെ ഒരു യൂണിയൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ ഈ ആഗ്നേയക്ക് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നൊരു വൈഭവ് എന്നൊരു പരിപാടിയുണ്ട്. ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയ കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി നമ്മളെ കോളേജിൽ തന്നെ ഒരു 2 days ആയിട്ടുള്ളൊരു ക്യാമ്പ് പോലെയൊക്കെയാണ്. ഇപ്പോൾ രാത്രി അവർ ഇവിടെ സ്റ്റേ തന്നെയായിരിക്കും. അങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് അവരെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണത്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ മെയിനായിട്ട് ഈ ആഗ്നേയ എന്ന് പറയുന്ന ഫെസ്റ്റ് വരുന്നത്. ആഗ്നേയ എന്ന് പറയുന്ന ഫെസ്റ്റ് നമ്മൾ ഇന്ത്യ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ഫെസ്റ്റാണ് ഈ ആഗ്നേയ ഫെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആഗ്നേയ GCB എന്ന് അടിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതിനകത്ത് ലാസ്റ്റ് നടന്നപ്പോഴത്തേക്ക് ഫർഹാൻ അക്തർ, നീരജ് മാധവ് അങ്ങനെയുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ് വരുന്നത്. നമ്മൾ ഈ വർഷം അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം വരുന്ന കുട്ടികൾക്ക് എന്തായാലും അത് ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അത് നമ്മൾ തരുന്ന വാക്കാണ്. പിന്നെ സ്പോർട്സിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ പറയുമല്ലോ, ക്യാമ്പസ് ചെറുതാണെങ്കിലും അപ്പോൾ സ്പോർട്സിൻ്റെ അതിൻ്റേതായ പരിമിതികളുണ്ട്. എന്നാൽ പോലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം പോയ ബാഡ്മിൻ്റൺ നമുക്ക് നമ്മളെ ഈ സൗത്ത് സോണിൽ ഫസ്റ്റ് നമ്മളായിരുന്നു. അത് കണക്കിന് ക്രിക്കറ്റ് പോയി, അതിന് സെക്കൻഡ് കിട്ടി. ഫുട്ബോൾ പോയി, അതിന് സെക്കൻഡ് കിട്ടി. നമുക്ക് ക്യാമ്പസ് ചെറുതാണെങ്കിൽ നമുക്ക് അതിൻ്റേതായുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് നമുക്ക് ചെയ്തു തരുന്നതുകൊണ്ട് നമുക്ക് സ്പോർട്സ് അതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ എല്ലാവരും നമ്മളിപ്പോൾ ഇന്റർ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഫുട്ബോൾ, ക്രിക്കറ്റ് ഇതെല്ലാം നമ്മൾ പുറത്തുള്ള ഇപ്പം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ CETയുടെ ഗ്രൗണ്ടിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ നടത്താറുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സ്പോർട്സ് പരമായി അത്രയ്ക്ക് ഇഷ്ടമുള്ളവർ കുറച്ച് പാടാണെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ഗെയിംസൊക്കെ കളിക്കാന്നുള്ള രീതിയിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു സെൻറ്ററായിട്ട് ടർഫുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടായത് തന്നെ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇവിടെ കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഫാക്കൽറ്റീസ് സ്പോർട്സ് സാറൊക്കെ CET ചെയ്യുന്ന സാറായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു സാറാണ് നമുക്കുള്ളത്. ഇവിടുത്തെ സ്റ്റുഡൻറ് കൗണ്ട് എങ്ങനെയാണ്? ഇവിടുത്തെ സ്റ്റുഡൻസ് എങ്ങനെയാണ്? സ്റ്റുഡൻസ് നമുക്ക് ടോട്ടൽ ഒരു 1500 അപ്രോക്സിമേറ്റ്ലി അങ്ങനെയാണ് സ്റ്റുഡൻറ് കൗണ്ട് വരുന്നത്. അപ്പം എല്ലാ ഇയറിലും ഒരു അറൗണ്ട് 65 ആണ് നമ്മുടെ അഡ്മിഷൻസ് വരുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ നമുക്ക് ഉള്ള ക്യാമ്പസിന്റെ വലിപ്പം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ക്യാമ്പസാണ്. ട്രിവാൻഡ്രത്തിന്റെ സെന്റർ ആയതുകൊണ്ട് ആ ഒരു ലിമിറ്റേഷൻ നമുക്കുണ്ട്.
പക്ഷേ അതിൽ നിന്ന് നമ്മൾ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. കാരണം വളരെ ചെറിയ ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. സീനിയർ ജൂനിയർ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. കോളേജിനെ പറ്റി നല്ല ഇമ്പ്രഷനാണ്. ഇനീഷ്യലി വന്നപ്പം കുറച്ച് സ്ഥലത്തിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടെന്നൊക്കെ ഉള്ള കൺസേൺ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ദാറ്റ് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ അതൊന്നും ഒരു വലിയ ഫാക്ടേഴ്സ് അല്ല. അത്യാവശ്യം ഒരുപാട് പരിപാടികളുണ്ട്. കൾച്ചറൽ ആയിക്കോട്ടെ, ടെക്നിക്കൽ ഇവൻറ്റ്സ് ആയിക്കോട്ടെ, ദർ ആർ ലോട്ട് ഓഫ് പ്രോഗ്രാംസ്. സോ എന്ത് പറഞ്ഞാലും ഒരു ആസ് എ ഫസ്റ്റ് ഇയർ ഒരുപാട് ഇൻട്രാക്ട് ചെയ്യാനും എക്സ്പോഷർ കിട്ടാനും ഒക്കെ ഒരുപാട് പരിപാടികൾ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയുണ്ട്. സീനിയേഴ്സൊക്കെ ഫ്രണ്ട്ലിയാണ്. പിന്നെ എന്താ പറയുക, ചെറിയ കോളേജാണെന്ന് എല്ലാവരും പറയും. പക്ഷേ അത് ഒരു നെഗറ്റീവിന് കൂടുതൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. കാരണം വലിയ കോളേജിലാകുമ്പോൾ നമ്മൾ ആൾക്കാരെ കണ്ടുമുട്ടൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ബട്ട് ഇത് ചെറിയൊരു കോളേജാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങി വരുമ്പോൾ ചിലപ്പം അപ്പോൾ വേറെ ആളെ കാണും. അതേമാതിരി ചിലപ്പം കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ വീണ്ടും വീണ്ടും ആൾക്കാരെ കാണുകയും ചെറിയ കോളേജായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ കുറേ സാധിക്കുന്നുണ്ട്. ഇല്ല, റാഗിങ് ഒന്നും ഉണ്ടായിട്ടില്ല. ലൈക്ക് നമ്മൾ ദൂരമുള്ളവരാണ്. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഹോസ്റ്റലാണ്. ഞങ്ങൾക്ക് സീനിയേഴ്സ് തന്നെ ഹോസ്റ്റലൊക്കെ റെഡിയാക്കി തന്ന്. അപ്പോൾ ഇവിടെ അതാണ് നമുക്കൊരു മെയിൻ പ്രോബ്ലം തോന്നിയത്. അതായത് ബോയ്സ് ഹോസ്റ്റൽ ഇവിടെ ഇല്ല. അപ്പോൾ അതിന് പകരം നമ്മുടെ സീനിയേഴ്സ് തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്ക് സീനിയേഴ്സ് എന്ത് ചെയ്യും, ആ വരുന്ന സമയത്ത് തന്നെ എത്ര പേര് പുറത്തുനിന്നുണ്ട്, എത്ര സ്റ്റുഡൻസ് വരാനുണ്ട് നോക്കിയിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരും. ഫുഡ് ലൈക്ക് കോളേജിൻ്റെ ഉള്ളിൽ കോളേജിൻ്റെ ഉള്ളിലൊരു ക്യാൻറ്റീനും പുറത്തൊരു ക്യാൻറ്റീനുണ്ട്. ഉള്ളിലൊരു കോഓപ്പറേറ്റീവ് സ്റ്റോർ മാതിരി അത്യാവശ്യം ഡ്രിങ്ക്സും ഈവനിങ് സ്നാക്സും കാര്യങ്ങളായിട്ടുണ്ട്. പുറത്തും അതേമാതിരി തന്നെ ഒരു ചായക്കട മാതിരി ഉണ്ട്. ലൈക്ക് നമുക്ക് ചായ കുടിക്കാം, സ്നാക്സ് ഉണ്ട്. ഹോസ്റ്റലിലെ ഫുഡ് ലൈക്ക് എനിക്ക് മലപ്പുറം ആയതുകൊണ്ടാണെന്ന് തോന്നും എനിക്ക് അത്രയ്ക്കണ്ട് ഇഷ്ടപ്പെടാറില്ല. ബട്ട് തിരുവനന്തപുരത്ത് നിന്നുള്ളവരും നമ്മളെ കൂടെ നിൽക്കണവരുണ്ട് കുറേ പേര്. ലൈക്ക് ദൂരമുള്ളവരുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ 2 മണിക്കൂർ സ്റ്റേ ഉള്ളവരൊക്കെ നമ്മളെ കൂടെ നിൽക്കണവരുണ്ട്. അവർക്കൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഇനീഷ്യലി ഇങ്ങനെ ദൂരത്തുനിന്ന് വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഫുഡിനായിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പുറത്ത് വലിയൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് സംസം ഉണ്ട്. പിന്നെ എനിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളൂർ മറ്റേ പ്ലാമൂട് പാളയത്തിൻ്റെ അവിടെ മന്തി മനസ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ വേറെ കുറേ നമ്മുടെ ഫുഡ് സ്പോട്ട് കുറേ ഇവിടെ ഉണ്ട്. അപ്പോൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു ക്യാമ്പസാണ്. പിന്നെ എന്താ പറയുക, കുറച്ചും കൂടി സിറ്റിനായിട്ടുള്ള അടുത്ത ക്യാമ്പസായി തോന്നിയിട്ടെനിക്ക്. എല്ലാം ആക്സസിബിൾ ആണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ. ബസ് സ്റ്റോപ്പ് ആണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും. ഉണ്ട്. കോളേജ് ബസ് ഉണ്ട്. PMG വരെ അത് ഫ്രീ ആണ്. സോ അങ്ങനെയുള്ള കൺസേൺസ് ഒന്നും ഇല്ല ഇവിടുന്ന്. പിന്നെ ഷോർട്ട് കട്ട് ഉണ്ട്. നടന്നു പോകാനാണെങ്കിലും വളരെ അടുത്താണ് PMG, പാളയം ആണെങ്കിലും ഒക്കെ. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പറയുമ്പം നമുക്കിവിടെ ലേഡീസ് ഹോസ്റ്റൽ മാത്രമാണുള്ളത്. മെൻസ് ഹോസ്റ്റൽ ഇപ്പം കോളേജിൻ്റേതായിട്ടില്ല. ലേഡീസ് ഹോസ്റ്റൽ നമുക്ക് 2 എണ്ണം ഉണ്ട്. ജൂനിയേഴ്സിനും സീനിയേഴ്സിനും സെപ്പറേറ്റ് ആണ്. ഫസ്റ്റ് ഇയേഴ്സിനായിട്ടൊരു ഹോസ്റ്റൽ, ബാക്കിയുള്ള സീനിയേഴ്സിന് ഒരു ഹോസ്റ്റൽ, അങ്ങനെയാണുള്ളത്. പിന്നെ മെയിൻസ് ഹോസ്റ്റൽ ഇല്ലാന്നുണ്ടെങ്കിലും അവർ പൊതുവെ പുറത്ത് വീടുകളായിട്ടും PG ആയിട്ടാണ് നിൽക്കുക. അതിവിടെ തന്നെ സീനിയേഴ്സ് വരുമ്പോൾ അഡ്മിഷൻ ടൈമിൽ തന്നെ അസിസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഹോസ്റ്റലിൻ്റെ പുറത്തുള്ള അഡ്മിഷന് വേണ്ടി. ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയാണ്? ഹോസ്റ്റൽ ഫുഡ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഹോസ്റ്റൽ ലൈഫ് തന്നെ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ നല്ലതാണ്. അപ്പുറത്തെ ഹോസ്റ്റൽ കുറച്ചുകൂടെ പുതിയ ഹോസ്റ്റലാണ്. ഫെസിലിറ്റീസ് അവിടെ കുറച്ചുകൂടി കൂടുതലാണ്. പിന്നെ സീനിയേഴ്സ് അപ്പറേ ആയതുകൊണ്ട് തന്നെ റാഗിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നില്ല. പിന്നെ ഇവിടെ വാർഡൻ ആണെങ്കിലും മേട്രൺ ആണെങ്കിലും അത്ര വലിയ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പെരുമാറാറില്ല. ജസ്റ്റ് കർഫ്യൂ ടൈമിനുള്ളിൽ കയറണം എന്ന് മാത്രം. കർഫ്യൂ നമുക്ക് നോർമലി നൈറ്റ് 9:30 വരെയാണ് അലൗ ചെയ്തിട്ടുള്ളത്. പിന്നെ അല്ലാതെ ഇപ്പം ട്രിവാൻഡ്രത്ത് എന്തെങ്കിലും ഫെസ്റ്റൊക്കെ നടക്കാന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യലുണ്ട്. ഇപ്പോൾ മറ്റേ കേരളയൊക്കെ നടന്ന ടൈമിൽ 10:30 വരെയൊക്കെ ആയിട്ട് എല്ലാവർക്കും തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് ഹോസ്റ്റൽ ഫുഡ്? അതിനെപ്പറ്റി എങ്ങനെയാണ്? ഹോസ്റ്റൽ ഫുഡ് സാധാരണ ഹോസ്റ്റലിൽ ഉണ്ടാവാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഹോസ്റ്റൽ ഫുഡിലെങ്കിലും അത്യാവശ്യം അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പം തന്നെ നമ്മൾ അതിന് വേണ്ട ആക്ഷൻസും എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെ, പ്രൊസീജിയർ എങ്ങനെയാണ്? അഡ്മിഷൻ എന്ന് പറയാൻ നമ്മൾ കോളേജിൽ അലോട്ട്മെന്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്ന അതേ സമയത്ത് തന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഹോസ്റ്റലിലേക്കുള്ളൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് പോകണം. പിന്നെ അഡ്മിഷൻ വരുന്നത് ശരിക്കും ഡിസ്റ്റൻസിന്റെ ബേസിസിലായിരിക്കും. ദൂരമുള്ളവർക്കായിരിക്കും ആദ്യത്തെ പ്രയോറിറ്റി വരുന്നത് അഡ്മിഷൻ ടൈമിൽ. അപ്പം എത്രയാണ് ആക്ച്വലി എത്ര പേര് ഇപ്പം ഹോസ്റ്റലിലുണ്ട്? ഹോസ്റ്റൽ റേറ്റ് ടോട്ടൽ എല്ലാ വർഷവും ഒരു 350 to 400 ഇടയിലാണ് ടോട്ടൽ കൗണ്ട് വരുന്നത്. ഫസ്റ്റ് ഇയേഴ്സ് ഒരു 80 to 100 ഇടയിലാണ് ഫസ്റ്റ് ഇയേഴ്സിന്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയാണ്?
ഫാക്കൽറ്റീസ് എല്ലാം നല്ലതാണ്, അത്യാവശ്യം എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാഫ് റൂമിൽ ചെന്ന് കയറാം, അവരായിട്ട് സംസാരിക്കാം, ഡൗട്ട്സ് ചോദിക്കാം, അങ്ങനെ ഫ്രീ ഇന്ററാക്ഷൻ ഉള്ള ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ ഓക്കെ. ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസും ഇപ്പോൾ ലാബ് ഫെസിലിറ്റീസ് നമുക്കിപ്പോൾ ഐ ടിക്ക് തന്നെ 2 തരത്തിലുള്ള ലാബ് ഉണ്ട്. ഒന്ന് നെറ്റ്വർക്ക് ലാബ്സ് ഉണ്ട്, പിന്നെ അല്ലാതെ കോഡിങ്ങിന് 2 ലാബ്സ് സെപ്പറേറ്റഡ് ആണ്. അല്ലാതെ ഇലക്ട്രിക്കൽ ബ്രാഞ്ചസിനും വർക്ക്ഷോപ്സ് ലാബ്സും ഇസിക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പ്രോപ്പർ ലാബ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ലൈബ്രറിയെ പറ്റി എങ്ങനെയാണ്, എന്താണ് അഭിപ്രായം? ഇവിടെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് പഠിക്കാൻ വേണ്ടി ടൈമിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ 9:30 വരെ ഓപ്പൺ ആണ്. അപ്പോൾ നല്ല ഫെസിലിറ്റീസ് ആണ്. നമുക്ക് അവിടെ പോയിരുന്ന ഏത് സമയം പഠിക്കാം. സീരീസ് എക്സാംസ്, എൻഡ് സെമസ്റ്റർ എക്സാംസിനൊക്കെ ഇരുന്ന് പഠിക്കാം. നല്ല അത്യാവശ്യം സ്റ്റുഡൻസിനെ കേപ്പബിൾ ആക്കി വെക്കുന്ന സ്ഥലമാണ്. ഓക്കെ ഓക്കെ. ഇവിടുത്തെ ക്ലബ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ക്ലബ്സ് ഉണ്ട്. ഇപ്പോൾ കൾച്ചറൽ ക്ലബ്സ് ആയിട്ട് ഡാൻസ് ക്ലബ് ഉണ്ട്, മ്യൂസിക് ക്ലബ് ഉണ്ട്, പിന്നെ സിൽവർ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ മൂവി റിലേറ്റഡ് ക്ലബ് ഉണ്ട്, ഡ്രാമ ക്ലബ് ഉണ്ട്, അങ്ങനെ കുറേ ക്ലബ്സ് ഉണ്ട്. പിന്നെ അല്ലാതെ ടെക്നിക്കൽ ക്ലബ്സ് ഉണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ ക്ലബ്സ് ഒന്ന് ഇന്നോവെക്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബാണ്. അത് ബേസിക്കലി പ്രോജക്ട്സ് ഓറിയൻറ്റഡ്, പിള്ളേരെ പ്രോജക്റ്റ് അസൈൻ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. പിന്നെ അല്ലാതെ നമുക്ക് സൈബർ സെക്യൂരിറ്റി ക്ലബ്ബ് ഉണ്ട്, ഏജസ് എന്ന് പറയും. സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് അവയർനെസ്, പല സ്കൂളിൽ പോയി അവയർനെസ് കൊടുക്കുന്ന ഒരു ക്ലബ്ബാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സൊസൈറ്റീസ് ആണ് കൂടുതൽ ഡോമിനൻ്റ് ആയിട്ടുള്ളത്. സൊസൈറ്റീസ് ആയിട്ട് ഇപ്പോൾ ഇവിടെ IEEE പോലത്തെ CSI പോലത്തെ റെപ്യൂട്ടഡ് സൊസൈറ്റീസ് ഭയങ്കര ആക്റ്റീവായിട്ട് വർക്കിംഗ് ആണ്. പല ഇവൻറ്റ്സ് നടത്താറുണ്ട്, ഇഗ്നൈറ്റ് പോലത്തെ ഫെസ്റ്റുകൾ നടത്താറുണ്ട്. അങ്ങനെ കുറേ ഫെസ്റ്റുകൾ സൊസൈറ്റീസിൻ്റെ ഭാഗമായിട്ട് മാത്രം നടത്താറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോജക്ട്സ്, ഇന്നോവേഷൻസ് അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടോ ഇവിടെ? ഉണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ബാർട്ടോസാറ്റ് എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്, സാറ്റലൈറ്റ് പ്രോജക്റ്റ്, അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ SCT, നമ്മൾ ബയോടെക് റിലേറ്റഡ് പ്രോജക്റ്റ്, SCT ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കുറേ പ്രോജക്ട്സ് കൊളാബറേഷൻ ഇത് നടത്തുന്നുണ്ട്. അതെല്ലാം ക്ലബ്സ് വഴിയും വരുന്നുണ്ട്, അല്ലാതെ ഫാക്കൽറ്റി വഴി നമുക്ക് അപ്പോയിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ജസ്റ്റ് വെറുതെ റോട്ടായിട്ട് ബിടെക് പഠിക്കാതെ പ്രോജക്ട്സ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്ത് ഡെഡ് ലൈൻസ് കീപ്പ് ചെയ്ത് പിന്നെ ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിട്ട് ആക്ച്വലി ഹാൻഡ് ഇൻ ഓൺ ഡീൽ ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടുത്തെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്ലേസ്മെൻറ്റ്സിൽ ഇപ്പോൾ നല്ല മുൻപന്തിയിൽ നിൽക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി IT ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് EC ഡിപ്പാർട്ട്മെൻറ്റും. EC ഡിപ്പാർട്ട്മെൻറ്റ് IT ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും കൂടുതൽ പ്ലേസ്മെൻറ്റ്സ് വരുന്നത്. പക്ഷേ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റ്സും കുറവൊന്നുമല്ല, ഏകദേശം 80+ above എപ്പോഴും കിട്ടാറുണ്ട് പ്ലേസ്മെൻറ്റ്സ്. അത് 2 ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ്, EC IT. അല്ലാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഇപ്പോൾ മെക്കിന് തന്നെ 30+ above പ്ലേസ്മെൻറ്റ്സ് കിട്ടാറുണ്ട്. അതൊക്കെ മിക്ക കോളേജിലും ഇല്ലാത്തൊരു കാര്യമാണ്. പ്ലേസ്മെൻറ്റ്സ് ഇവിടെ എപ്പോഴും കിട്ടാറുണ്ട്. ഓഫേഴ്സ് 200 above കിട്ടിയിട്ടുള്ള ഒരു കോളേജാണ്. ഇതാണ് നമ്മുടെ ബാട്ടംകുന്നിലെ സർഗം വേദി. നമ്മുടെ എല്ലാ ടെക്നിക്കൽ ഫെസ്റ്റിവൽ, എല്ലാ ഇവൻറ്റ്സ് ഇവിടെയാണ് നടക്കുന്നത്. നമ്മൾ കളിക്കുന്നത്, ഇവൻറ്റ്സ് നടത്തുന്ന, പാട്ട് പാടുന്ന, ഡാൻസ് ചെയ്യുന്ന, നമ്മുടെ സർവ്വ ആഘോഷത്തിനും ഇവിടെ ഇതാണ് ഈ വേദിയാണ് സാക്ഷി. എന്താണ് ഈ ആഡം? ആഡം എന്ന് പറയുന്നത് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഓട്ടോമോട്ടീവ് മെക്കട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് മെർസിഡസ് ബെൻസ് ഇന്ത്യയും ഞങ്ങളുടെ കോളേജ്, അതായത് GC ബാട്ടൺ ഹില്ലും കൂടെ ചേർന്ന് ഒരു ജോയിന്റ് വെഞ്ചർ ആയിട്ട് നടത്തുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എത്ര മാസത്തെ കോഴ്സാണ്? ഒരു 1 year കോഴ്സാണ്. അപ്പോൾ ഒരു ഫ്രഷ് +2 കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ഇവിടെ ഇതിൽ കയറാൻ പറ്റില്ല? ഇല്ല. നമുക്ക് ഏതർ ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ഒരാൾക്ക് മാത്രമേ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ. അപ്പോൾ ഈ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ വേണോ അതോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഈ 4ഉം, അതായത് മെക്കട്രോണിക്സ് ആണ് മെയിൻലി കോഴ്സ് ബേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൽ ബേസ് ചെയ്ത് വരുന്ന അലൈഡ് ആയിട്ടുള്ള ഏത് ബ്രാഞ്ച് എടുത്തിട്ടുള്ള ആൾക്കാർക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഈ 6 month കൊണ്ട് ഈ വണ്ടിയിൽ? ഞങ്ങൾ ഈ 1 year കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, മെർസിഡസ് ബെൻസിന്റെ പാസഞ്ചർ കാർസിനെ കുറിച്ചുള്ള മെയിൻ്റനൻസ് ആൻഡ് ബേസിക്സ്, ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, സിസ്റ്റംസ് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്, അപ്പോൾ അതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്, ട്രബിൾ ഷൂട്ട്, ഡയഗ്നോസിസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. അതായത് ബേസിക്കലി ഇപ്പോൾ നമ്മളോട് കസ്റ്റമേഴ്സ് ഒരു വെഹിക്കിൾ പർച്ചേസ് ചെയ്തിട്ട് അവർ റൈഡിങ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളതായിരിക്കും നമ്മളോട് സംസാരിക്കുക. അപ്പോൾ അവരുടെ ഇൻപുട്ട് ബേസ് ചെയ്തിട്ട് വെഹിക്കിളിൻ്റെ സൈഡിൽ നിന്ന് അത് എന്തായിരിക്കും ഇഷ്യൂ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള മെയിൻ്റനൻസ് ഒരു പ്രോപ്പറായിട്ട് ആ പ്രൊസീജിയർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക്. ഇവിടെ ഇപ്പോൾ നിലവിൽ എത്ര വണ്ടികളുണ്ട്? ഞങ്ങൾക്ക് 4 വെഹിക്കിൾസ് ആണ് ഉള്ളത്. ഒരു 211, അതായത് E-Class, പിന്നെ ഇതൊരു C-Class വെഹിക്കിളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ പഠിക്കുന്നതുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. സോ വെഹിക്കിൾ കേടല്ല, ഫോർ യുവർ ഇൻഫർമേഷൻ. ആൻഡ് ഒരു EQB റീസെന്റ് വന്നിട്ടുണ്ട് ആൻഡ് ഒരു GLE ഉണ്ട്. ഓക്കെ ഓക്കെ. ഇതൊക്കെയാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹില്ലിലെ വിശേഷങ്ങൾ. എഞ്ചിനീയറിംഗിന് ഗവൺമെന്റ് സീറ്റ് നോക്കുന്ന ഏതൊരു കീം ആസ്പിറൻസിനും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജ് തന്നെയാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ. മറ്റൊരു കോളേജുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.